അയ്യോ വിളിച്ചു കൂവണ്ട, നിനക്ക് തരാം. ഓ എന്തുവാന്ന് ആദ്യം കൊടുത്തില്ലെങ്കില് ഭയങ്കര പിണക്കമാന്ന് തോന്നില്ലയോ? നിന്നെ എനിക്ക് എല്ലിയോടി ഏറ്റവും കൂടുതൽ ഇഷ്ടം. തരുന്നതിന് മുമ്പേ ഞാൻ പറയുന്ന അതുപോലെ പറയണം, എന്നാണ് തരത്തുള്ളേ. തത്തമ്മേ പൂച്ച പൂച്ച. ഓ വെടുക്കി ഒരു ദിവസം കൊണ്ട് പഠിച്ചു. അപ്പൊ ഇനി വേറെ സംഭവം അങ്കിള് പറയാം, അത് പറയണേ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ഒത്തുചത്ത് കുത്തിയിരുന്നു. നിന്നെ സ്നേഹിക്കുന്നതിന് എനിക്ക് തന്ന ശിക്ഷയായത്. എന്നാ തിന്നാട്ടെ. ഇതെന്തോ തത്തയാന്നോ പട്ടിയാന്നോ കടിച്ചു മറിച്ചു കളഞ്ഞല്ലോ. നിന്നെ അഹങ്കാരം കൂടിയത് കൊണ്ടാ നിന്നെ ഇന്ന് വൈകിട്ട് വില്ലേജ് ഓഫീസർ വന്ന് കൊണ്ടുപോകുമ്പോടി നീ ഇവിടെ ഇരിക്കട്ടോ. നിനക്ക് അഹങ്കാരം, നീ അകത്തിരുന്നാ മതി. അകത്തിരുന്നാ മതി നീ കേട്ടോ, അഹങ്കാരി. എന്താ കാണിക്കുക? സെക്യൂരിറ്റി ചെക്കപ്പ്. എടോ സെക്യൂരിറ്റി തനിക്ക് ചെക്കപ്പ് ചെയ്യണമെന്നുണ്ടെ വല്ല ആശുപത്രിയിലും പോകണം, ഇവിടെ അല്ല വരേണ്ടത്. എടോ ഞാൻ ഷാഡോ പോലീസാണ്. ഞാൻ നോർത്തിലെ ഹെഡ് കോൺസ്റ്റബിൾ ആണ്. ഹെഡ് കോൺസ്റ്റബിൾ ആണോ? അപ്പൊ പേര് കുട്ടൻപിള്ള. ഹെഡ് കോൺസ്റ്റബിൾ ആദിദേവ്. ആദിദേവ്? പിന്നെ ഈ ഡാഷ് ഉണ്ടോ? എന്തിനാ സാറിന് പൂരിപ്പിക്കാനോ? അതല്ല, ഈ ഡാഷ് എന്ന് പറയുന്ന ഒരു പട്ടി ഉണ്ടല്ലോ, അത് പട്ടി ഇങ്ങനെ പോകുന്നത്. ഒരെണ്ണം ഉണ്ടായിരുന്നു, രാവിലെ ഒരു ഡാഷ് ബോംബ് ഒന്ന് വാങ്ങിച്ചോണ്ട് പോയി. അല്ല ആ ചെറുക്കന്റെ പേര് എനിക്കറിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞു. ഓ അങ്ങനെ. ഇവിടെ പൊട്ടിത്തെറിക്കുന്ന സാധനങ്ങൾ വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, പള്ളിയിൽ പോയി ഇപ്പൊ വരും. എന്തോന്ന്? എന്റെ ഭാര്യ. അതന്നെ ചോദിച്ചത്. ഇവിടെ സ്ഫോടക വസ്തുക്കൾ വല്ലതും ഉണ്ടോന്ന്. എന്റെ സാറേ, ഇത് ഞാൻ ഈ കിളികളെ മൃഗങ്ങളെ ഒക്കെ വിൽക്കുന്ന കടയിൽ ഇവിടെ വന്ന് സ്ഫോടക വസ്തു ഇറക്കേണ്ട കാര്യം എന്തുവാ? എസ് ഐ അദ്ദേഹം ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന്. എസ് ഐ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? എസ് ഐ എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് അദ്ദേഹം വന്നു കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും. സാറേ, സംഭവം എന്നെ പറ്റി നാട്ടുകാരെ എന്തേലും കള്ളപ്പരാതി കൊടുത്ത് എന്നെ പിടിക്കാൻ വരുമായിരിക്കും മിക്കവാറും. എന്തിനും കൈമടക്ക് കൊടുത്താൽ പുള്ളി ഒതുക്കാൻ പറ്റുമോ? നീ ഉദ്ദേശിക്കുന്നതൊക്കെ പുള്ളി ചില്ലറക്കാരനൊന്നും അല്ല. എടാ മുട്ടൻ ജംഗ്ഷനിൽ 8 പേരെ ഡ്രം സെറ്റ് അടിക്കുന്നതൊക്കെ ഞാരി മുര വെട്ടി നുറുക്കിയ ഗൂണ്ട ബിരുവിനെ ഒറ്റ അടിക്ക് അകത്താക്കിയ ആളാ എസ് ഐ ബെഞ്ചമിൻ അലോഷ്യസ്. ഞാൻ ഒരു കാര്യം പറയാം, പുള്ളി ഇങ്ങോട്ട് വരുമ്പം ഭയഭക്തി ബഹുമാനത്തോടെ ഞാൻ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്കിട്ട് കൊള്ളും. അതെ, ഞാൻ പറഞ്ഞു ബൂസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി സാർ കഴിയുന്നിട്ട് കളിച്ചോളും. കേറി വാ. എക്സ്ക്യൂസ് മീ. എന്താ സാറേ? ഒരു സ്ഥാപനം നടത്തുമ്പോ ഉത്തരവാദിത്തമായിട്ട് നടത്തണം. എന്നാ വാതിലാണ് അവിടെ പടുത്തു വെച്ചാണ്. ഞാൻ വാതിൽ കടന്നു വന്നപ്പോ എന്നെ പിടിച്ചു നിർത്തി. ആര് പിടിച്ചു നിർത്തിയെന്ന്? എന്റെ മീശ. എടാ മീശയുടെ തുമ്പ് മുട്ടിയിട്ട് കട്ട്ലേമ കുടുങ്ങി ബ്ലോക്കായി നിന്ന് ഞാൻ അവിടെ. എന്റെ പൊന്നു സാറേ, ഒരാൾക്ക് സുഖമായിട്ട് കയറി വരാം. ഏത് വാതിൽ കൂടെ വന്നത്? ആണ്ടാ വാതില്. അത് വാതിലല്ല, ജനലാ. അത് പണിയോർത്ത് കൊണ്ടുപോയി ജനല് പടുത്തു വയ്ക്കണോ? എനിക്കറിയാം ഇങ്ങോട്ട് വന്നേ. നാട്ടുകാരുടെ പരാതി എന്നെ പോക്കാൻ വന്നില്ലയോ? എന്ത് പരാതി? പരാതി എന്ന് പറഞ്ഞാലേ, അതെ സാറേ, ഈ നാട്ടുകാർ മഹാകുശുംബന്മാരാ. നമ്മളൊരു കച്ചവടം ചെയ്ത് പുരോഗതിയിലെത്തുമ്പോ അവർക്ക് ഈ കുശുമ്പ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനിവിടെ ഈ കിളികളെയും പക്ഷികളെയൊക്കെ വിൽക്കുന്ന പരിപാടി ഉണ്ടല്ലോ സാറേ, ഞാൻ ഇതിനെയൊക്കെ വിൽക്കും. എന്നിട്ട് രാത്രി തന്നെ ഞാൻ പോയി തിരിച്ച് കട്ടെടുത്തോണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവെക്കും. അതിന്റെ ഈ നാട്ടുകാർ തന്ന പരാതി. അത് എന്നെ പരിപാടിയാണ്. അത് ഞാൻ നിയമപരമായിട്ടാ ചെയ്യുന്നേ. എന്നാ നിയമം? ഞാൻ ആ ബില്ലിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വിറ്റ സാധനം തിരിച്ചെടുക്കുമെന്ന്. എന്നാലും മൂട്ടിച്ചെന്ന് പറയില്ലടാ റാസ്കൽ. വേണേ തല്ലിക്കൊന്നോ, ഈ കോക്കാച്ചുമോറ് കാണിച്ച് പേടിപ്പിക്കല്ലേ. സാർ, ഇന്റലിജൻസിൽ രഹസ്യ വിവരം കിട്ടിയിട്ടുണ്ട്. രഹസ്യ വിവരോ? എന്നാ പിന്നെ അനൗൺസ്മെന്റ് ചെയ്യണോ? രഹസ്യ വിവരം രഹസ്യമായിട്ട് പറയണോ? സോറി സാർ.